ഇപ്പൊ 24 ചാനലിൽ ജാമിദയുമായ ഒരു സംസാരത്തിന് ഞാൻ പോയിരുന്നു. ഇന്നത്തെ എന്താണ് അരുൺകുമാർ, അയാൾ തന്നെയാണ് അന്നും ആങ്കർ. ജനകീയ കോടതി. അവർ പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് പലരും അന്വേഷിച്ച് മറുപടിയില്ല. പിന്നെ അയാള് 24 പോയി ഇപ്പൊ റിപ്പോർട്ടറിലോ എവിടെയോ ഉണ്ട്. ജനകീയ കോടതി തിരിച്ചു വന്നു. അത് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴും നമ്മുടെ ആവശ്യം. അന്ന് ഈ ഇസ്ലാം വിട്ട ആ സ്ത്രീ സഹോദരി, പ്രിയപ്പെട്ട ജാമിദ, നമുക്കാരോടും വിരോധമില്ല, ഇസ്ലാമിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആർഗ്യുമെന്റിൽ പറയുന്നത് എന്താ? ഈ മുസ്ലിയാര് പറയുന്നത് പോലെയല്ല ഖുർആൻ. ഖുർആനിൽ ഫദ്രിബു ഫൗക്കൽ അനാഖ് എന്ന് പറയുന്നുണ്ട്. കണ്ടാലുടൻ പെരടിക്ക് വെട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ അൻഫാലുണ്ട്. ഉടൻ തന്നെ ആങ്കറാകെ പെർപ്ലക്സ്ഡ്. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറ, വിശദീകരിക്കണമല്ലോ. ഒരുപാട് വാട്സാപ്പുകളിൽ, ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് തവണകളിൽ പലരും ഷെയർ ചെയ്യുന്ന കാര്യം, കണ്ടാലുടൻ പെരടിക്ക് വെട്ടാൻ ഖുർആൻ പറയും. യുദ്ധഭൂമിയിലെ നിയമമാണ്, യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാലുള്ള നിയമമാണ്. കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടാൽ കണ്ടാലുടൻ പടി ഇവിടെയില്ലേ? യുദ്ധഭൂമിയിൽ തലോടലിന്റെ മസാജിങ് കഥ പറയണ്ടല്ലോ. വെട്ടാനാണ് പറയുന്നത്, പെരടിക്ക്. വാസ്തവത്തിൽ ഇസ്ലാമിൽ ഞാൻ വലിയ ആലിമേ അല്ല, ഞാൻ വിനയം പറയുകയുമേ അല്ല, എനിക്ക് എൻ്റെ യാഥാർത്ഥ്യം അറിയാം. പക്ഷെ ഈ ജാഹിലായ എന്നോട് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കാരുണ്യത്തിന്റെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇന്നത്തെ ഇൽമ വെച്ച് ഞാൻ പറയും ഫദ്രിബു ഫൗക്കൽ അനാഖ്, പെരടിക്ക് വെട്ടുക എന്നുള്ളതാണ് ഖുർആനിൽ ഏറ്റവും കാരുണ്യത്തിന്റെ ആയത്ത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പെരടിക്ക് വെട്ടുക എന്നുള്ളതിന്റെ താല്പര്യം അങ്ങനെയല്ലാതെ കൊല്ലുന്ന സംസ്കാരമുള്ള കാലത്തുള്ള വർത്തമാനമായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെയും ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ. കേരളം ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാരുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ഈ തൃശ്ശൂർ ഭാഗം ചേരമാൻ പെരുമാളിന്റെ മൊത്തം ഈ കേരളത്തിന്റെ മണ്ണ് ചാളക്യ ഡൈനാസി, പുലകേശൻ രണ്ടാമനായിരുന്ന രാജാവ്, ചരിത്രം ഉണ്ടെന്നു. അന്ന് ഇന്ത്യയില്ല, ഈ മണ്ണ് ഭരിച്ചത് ഹർഷവർദ്ധൻ. ഗുപ്ത മൗര്യ സാമ്രാജ്യത്തിന്റെ ഡൈനാസ്റ്റീസിന്റെ ആ ട്രാൻസ്മിഷൻ കാലാണ്. അന്ന് ഭൂമിയിലാകെ 12 കോടി മനുഷ്യർ, ഫിലിപ്പ് കഹിറ്റി പറയുന്നു. അമേരിക്കയിൽ മായന്മാർ, യൂറോപ്പിൽ പാകന്മാർ, ചൈനയൊക്കെ അന്ന് ഏറ്റവും വലിയ ബിംബാരാധനയുടെ നാടാണ്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന യുദ്ധഭൂമിയിലെ ശിക്ഷ എന്താ? ഇന്ത്യയിൽ മനുസ്മൃതി. ചില ശിക്ഷകൾ ഞാൻ പറയാം. ഒന്ന് തഴക്കീസ്, മറ്റൊന്ന് തസ്ലീബ്, ഗില്യൂട്ടിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മറ്റൊന്ന് തസ്ലീഹ്, തൊലിയുരിയൽ. ഈ കോഴീനെ കറക്കുന്ന ആൾക്കാരെ, ഈ അതൊരു കലയാണല്ലോ. കാലിന്റെ അവിടെ ഒരു വെട്ടുവെട്ടി വലിക്കലാന്നല്ലോ, മൊത്തം തോല് പൊളിഞ്ഞു പോരാൻ. അതേപോലെ ജീവനോടെ മനുഷ്യനെ എടുത്തിട്ട് നഖങ്ങളുടെ അവിടെ ചെറിയ ചെറിയ കട്ട് 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 എന്നിട്ട് വിദഗ്ധരായ മുസല്ലിഹീങ്ങൾ, തൊലിയുരിയൽ കലാകാരന്മാർ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇഞ്ചിഞ്ചായി എന്ന് പറയാൻ പറ്റുമോ? രോമത്തിന് രോമം വെച്ച്, രോമാരോമം വെച്ച് കൊല്ലുകയാണ്, പടച്ചു മരിക്കുകയാണ്. വേറൊരു ശിക്ഷ എന്താ? ഇതൊക്കെ രേഖയാണ് ചരിത്രത്തിലെ. എണ്ണയിലിട്ട് പൊരിക്കുക. അൽഫാമും ഷബായയും മനുഷ്യന്റെ ഉടൽ കൊണ്ടുണ്ടാക്കൽ ശിക്ഷയായി നടന്ന കാലമായിരുന്നു ആ കാലം. വേറെ ശിക്ഷ എന്താ? ജീവനോടെ കുരിശുമ തറക്കുക. റോമിലൊക്കെ അതായിരുന്നു ശിക്ഷ. ഈജിപ്തിലേതായിരുന്നു ശിക്ഷ? ജീവനോടെ കുരിശുമൽ തറക്കുക, തസ്ലീബ് ചെയ്യുക. മറ്റൊന്ന് മുസ്ലത്ത്, ചിത്രവധം എന്ന് പറയും. എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വെട്ടുക. ചിലപ്പോൾ കണ്ണ് വെട്ടും, കാത് വെട്ടും, കൈ വെട്ടും, കാല് വെട്ടും, പള്ളക്ക് വെട്ടും, എവിടെയും വെട്ടും. ഒരു നിയമമില്ല. അല്ല, വിപരീത ദിശയിൽ നിന്ന് വെട്ടുക. ഇടത്തെ കാല് വലത്തെ കൈ, അല്ല വലത്തെ കാല് ഇടത്തെ കൈ, വലത് കണ്ണ് ഇടത് കാത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യുദ്ധഭൂമിയിൽ പിടിക്കപ്പെടുന്ന പ്രതിയെ കലാപരമായും കൊല്ലുന്നൊരു കാലത്ത് ഖുർആൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിയമമൊത്താൽ മാത്രമേ പ്രതിരോധത്തിന് വേണ്ടി. ചിലർ പറയും ഫതുഹുൽ മുഈനിൽ ജിഹാദിന് പറയുന്നില്ലേ, സൈനിക പരേഡ് നടത്തണം എന്നാണ് പറയുന്നത്.
റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ നടത്തുമല്ലോ സൈനിക പരേഡ്, ശക്തി കാണിക്കാൻ. ആവശ്യം വന്നാൽ ഈ മെസ്സേജ് കൈമാറുകയാണ്. നിങ്ങൾ യുദ്ധഭൂമിയിൽ പ്രതിയോഗിയെ കൊല ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ തൊലിയുരിഞ്ഞു കൊല്ലരുത്, കുരിശിൽ തറച്ച് കൊല്ലരുത്, എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ച് കൊല്ലരുത്. ഒറ്റ വെട്ടിന് കാര്യം സാധിക്കുന്ന വിധം പരമാവധി വേദന കുറച്ചുകൊണ്ട് കൊല്ലണം. അതാണ് ഫദ്രിബു ഫൗകൽ അഅനാഖ്. ഞാൻ വെറുതെ പറയുകയാണോ? അത് കാഠിന്യത്തിന്റെ ആയത്തല്ലല്ലോ, അത് കാരുണ്യത്തിന്റെ ആയത്തല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പരിച്ഛേദം പ്രഖ്യാപിക്കപ്പെട്ട വചനമേതെന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ടൊരു വാചകമാണ് പെരടിക്ക് വെട്ടിയെ കൊല്ലാവൂ എന്ന്.